യേശുവിൽ സ്നേഹമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ സുവിശേഷ വ്യാഖ്യാനത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ കച്ചവടം നടത്തിയിരുന്നവരെയെല്ലാം ആടുകളോടും കാളകളോടും പ്രാവുകളോടുമെല്ലാം ചേർന്ന് അടിച്ചു പുറത്താക്കുന്ന സുവിശേഷ ഭാഗമാണ് ഇന്നത്തെ പ്രതിപാദന വിഷയം. ഈ സുവിശേഷത്തിൻ്റെ ആന്തരികാർത്ഥത്തിലേക്ക് കടക്കുവാനും ചൈതന്യം ഉൾക്കൊള്ളുവാനും നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായി ശ്രമിക്കാം. ജനങ്ങളൊക്കെയും വളരെ കൗതുകത്തോടുകൂടി വായിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണിത്. ഇന്ന് ദേവാലയത്തിൽ കച്ചവട മനസ്ഥിതി ഉള്ളവരെയും യേശു ഇതുപോലെ അടിച്ചു പുറത്താക്കണമെന്ന് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, യഹൂദ കാലഘട്ടത്തിൽ കാളയെയും പ്രാവിനെയും ആടിനെയും ഒക്കെ ബലി അർപ്പിച്ചാൽ ദൈവം ബലികളിൽ പ്രസാദിക്കുന്നവനാണ് എന്ന് വിശ്വസിച്ചിരുന്നു. ഉൽപ്പത്തി പുസ്തകം മുതൽ ഇങ്ങോട്ട് ദൈവം തന്നെ ബലി അർപ്പിക്കണം എന്ന് പറഞ്ഞതായി നമ്മൾ വായിക്കുന്നുണ്ട്. ഏതായാലും യേശുവിൻ്റെ ആഗമനത്തോടുകൂടി ദൈവത്തിന് ബലിയർപ്പിക്കുക എന്നതിൻ്റെ കാഴ്ചപ്പാട് സമൂലം യേശു മാറ്റി. യേശുവാണ് യഥാർത്ഥമായിട്ടുള്ള പാപമോചനത്തിലുള്ള ബലി അർപ്പിച്ചത്. നമ്മുടെ മൃഗങ്ങളെയോ ആടുകളെയോ കാളകളെയൊക്കെ ദേവാലയത്തിൽ കൊണ്ടുപോയി ബലി അർപ്പിച്ചാൽ ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുമെന്നുള്ളത് ഒരു ഭൂലോക വിഡ്ഢിത്തരമായിട്ടാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ബലിയോട് ചേർന്ന് നമ്മൾ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോഴാണ് ബലി അർത്ഥവത്താകുന്നത്. ബലി അർപ്പിക്കുന്നതും ബലി വസ്തുവും ബലി സ്വീകരിക്കുന്നതും ബലിയുടെ ഫലം അനുഭവിക്കുന്നതും ബലിയുടെ ഫലം തരുന്നവനും യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലുള്ള ആ ദൈവിക ശക്തി തന്നെയാണ് എന്ന് നമ്മൾ ശരിയായി ചിന്തിച്ച് ഒന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഒരുപാട് ആത്മീയമായിട്ടുള്ള ഉണർവുണ്ടാകും എന്ന് ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എന്നാൽ ഈ 2000 വർഷങ്ങൾക്ക് ഇപ്പുറത്തും ഈ മനുഷ്യൻ ഇതുപോലുള്ള ബലികൾ ഇപ്പോഴും ആവർത്തിക്കുന്നു എന്നുള്ളത് വളരെ മോശമായ ഒരു കാര്യമായി എനിക്ക് തോന്നുന്നു. നമ്മുടെ ദേവാലയങ്ങളിൽ മിഷൻ ലേലം എന്നൊരു ഏർപ്പാടുണ്ട്. ഇക്കഴിഞ്ഞ മിഷൻ ഞായറാഴ്ച നമ്മുടെ കേരളത്തിലെ ഒരു പള്ളിയിൽ ഒരു മിഷൻ ലേലം നടക്കുന്നത് കണ്ടു. 1 കപ്പ് ചായയും 4 പത്രവും. വികാരിച്ചൻ തന്നെയാണ് ലേലം വിളിക്കുന്ന ആള്. പല ആൾക്കാരും പല തുകകൾ വിളിച്ചു. അവസാനം 21,000 രൂപയ്ക്കാണ് ലേലം ഉറപ്പിച്ചത്. വാസ്തവത്തിൽ പണത്തിൻ്റെ ഡമ്പ് കാണിക്കാനല്ലേ അങ്ങനെ ഒരു ലേലം നടത്തുന്നത്? മിഷനോടുള്ള സ്നേഹം കൊണ്ടാണോ എന്ന് നമ്മളൊന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കേണ്ടതാണ്. കാരണം ഒരുപാട് പാവപ്പെട്ടവർ നമ്മുടെ എല്ലാ ഇടവകളിലും ഉള്ള ഒരു സാഹചര്യത്തിലാണ് ഇതുപോലെ പരസ്യമായി തൻ്റെ സമ്പത്ത് കാണിക്കാനും അല്ലെങ്കിൽ താൻ മിഷനെ സ്നേഹിക്കുന്നു എന്ന് കാണിക്കാനുമായിട്ട് ഈ വളരെ നിസ്സാര വിലക്കുള്ള സാധനങ്ങൾ ഈ കൂടിയ തുകയ്ക്ക് വിളിക്കുന്നത്. ഞാനൊരു പള്ളിയിൽ വികാരിയായിരിക്കുന്ന സമയത്ത് അവിടെ കോഴിപ്പെരുന്നാൾ എന്ന് പറയുന്ന ഒരു പെരുന്നാൾ ഉണ്ടായിരുന്നു. അപ്പോൾ കോഴിയെ ഒരാൾ ലേലം വിളിച്ചത് ഇങ്ങനെയാണ്. ആദ്യം ലേലം 50 രൂപ ഒരു കോഴി, പിന്നെ 75 രൂപ വിളിച്ചു. പെട്ടെന്ന് തന്നെ ഒരാൾ ചാടിക്കയറി 1000 രൂപ എന്ന് വിളിച്ചു. അപ്പോൾ അദ്ദേഹം ആ ഇടവകയിലെ വലിയൊരു ധനവാനും ഒരു ചെറിയ ചട്ടമ്പിയൊക്കെയാണ്. ആർക്കും അതിന് മുകളിൽ വിളിക്കാൻ ധൈര്യം ഉണ്ടായില്ല. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ ആ കോഴിയെ ലേലം ചെയ്തുകൊണ്ട് പോയി. ഒരിക്കലും അദ്ദേഹം ആ പൈസ പള്ളിയിൽ അടച്ചില്ല. അദ്ദേഹത്തിൻ്റെ മേൽ ഒരു നടപടിയും എടുക്കാൻ നമുക്ക് സാധിക്കുകയുമില്ല. കാരണം കൂദാശ മുടക്കാൻ പറ്റിയല്ല, വീട് വെഞ്ചരിച്ച് കൊടുക്കാതിരിക്കാൻ പറ്റിയല്ല. അപ്പോൾ അങ്ങനെ കാണിക്കുന്ന വ്യക്തികളും നമ്മുടെ ഇടവുകളിലുണ്ട് എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക.
പിന്നെ വേറൊരു ഇടവകയിൽ ഒരാൾ പള്ളിയിൽ വരുന്നില്ല, എന്താണെന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആ പള്ളിയിൽ വികാരിയായി ചെല്ലുന്നതിന് മുമ്പ് കുറേ വർഷം നടന്ന ഒരു സംഭവമാണ് അതിന് കാരണം എന്ന് മനസ്സിലായി. അപ്പോൾ പള്ളിയിൽ നിന്ന് ഒരു ആടിനെ ലേലം വിളിച്ചുകൊണ്ട് പോയി. അയാൾ ലേലത്തിൻ്റെ തുക അടച്ചില്ല. അപ്പോൾ കിട്ടാക്കുറ്റി എന്ന് പറയുന്ന ഈ കിട്ടാത്ത പൈസയൊക്കെ പിരിക്കാൻ വേണ്ടി അതിൻ്റെ ഭാഗമായി വികാരിച്ചൻ ഇടപെട്ടപ്പോൾ കൈക്കാരന്മാർ എന്ത് ചെയ്തു? കൈക്കാരന്മാർ ആ വീട്ടിൽ പോയി ആടിനെ തിരിച്ച് അഴിച്ചു കൊണ്ടുവന്ന് വീണ്ടും ഞായറാഴ്ച ലേലം ചെയ്തു. വേറെ ആൾക്കോ ലേലം ചെയ്തു കൊടുത്തു. അതോടുകൂടി ആദ്യത്തെ ലേലകർത്താവ് പള്ളിയിൽ വരവ് നിർത്തി. എന്നേക്കുമായി അയാളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു. ആലോചിച്ച് നോക്കുക, ഇങ്ങനെയുള്ള എത്രയെത്ര പ്രതിസന്ധികളാണ് ഈ ലേലം മൂലം ഉണ്ടാകുന്നത് നോക്കുക. ഞാൻ മറ്റൊരു പള്ളിയിലെ വികാരിയായിരിക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ കുർബാനയ്ക്ക് കയറി. കുർബാനയുടെ സമയത്ത് മുഴുവനും ഒരു ആട് മുറ്റത്ത് നിന്ന് അതിഭയങ്കരമായി നിലവിളിച്ച് കരയുകയാണ്. അപ്പോൾ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഈ ആടെന്താണ് വിചാരിക്കുന്നത്? ഈ കുർബാന കഴിയുമ്പോൾ ഇവന്മാരെന്നെ ലേലം ചെയ്യും, എൻ്റെ ശരീരത്തെക്കുറിച്ചുള്ള കമൻറ്റുകളൊക്കെ പറയും, എൻ്റെ തലയെക്കുറിച്ചും തൊലിയെക്കുറിച്ചും ഇറച്ചിയുടെ തൂക്കത്തെക്കുറിച്ചൊക്കെ പറയും. അത് കഴിഞ്ഞ് എന്നെ എല്ലാവരും കൂടെ പരസ്യമായി ലേലം ചെയ്ത് നാറ്റിക്കും. ആരെങ്കിലും ഒരാൾ ലേലം ചെയ്തുകൊണ്ട് പോയി എന്നെ വൈകുന്നേരം ചിലപ്പം കൊല്ലും, കറിയാക്കും, മദ്യവും കൂട്ടി എന്നെ കഴിക്കും എന്നായിരിക്കും ആട് ചിന്തിച്ചിരുന്നത്. ഏതായാലും ഞാൻ കൈക്കാരന്മാരെ കണ്ണ് കാണിച്ചു. കൈക്കാരന്മാർക്ക് കാര്യം മനസ്സിലായി. അവരെ ആടിനെ അഴിച്ച് താഴെ റബ്ബർ തോട്ടത്തിൽ കൊണ്ടുപോയി കെട്ടി. പിന്നീട് കൊണ്ടുവന്നതിനെ ലേലം വിളിച്ചു കൊണ്ടുവന്ന് കണ്ടു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഈ ലേലം വിളിച്ചുകൊണ്ട് പോകുന്ന പല ആൾക്കാർ ഈ പൈസ പൂർണ്ണമായി അടയ്ക്കാറില്ല. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അതിനെ കിട്ടാക്കുറ്റി എന്നാണ് പറയുന്നത്. കുടിശ്ശികയായി എഴുതാനോ നടപടിയെടുക്കാനോ ഒന്നും നമുക്ക് സാധിക്കില്ല. ഏതായാലും യേശുവിൻ്റെ വരവോടുകൂടി ഇങ്ങനെയുള്ള ബലികൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല. ബലി അർപ്പിക്കുന്നതും ബലിവസ്തുവും ബലി സ്വീകർത്താവും ബലിയുടെ ഫലം അനുഭവിക്കുന്നതും ബലിയുടെ ഫലം തരുന്നതുമെല്ലാം നമ്മൾ തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ദൈവികമായിട്ടുള്ള ഒരു അനുഗ്രഹമാണ് അത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഏതായാലും പള്ളിക്ക് മിഷന് ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ പള്ളിയിൽ കൊണ്ടുപോയി അത് കൊടുക്കാമല്ലോ. വീടുകളിലൊക്കെ കവർ ഇപ്പം വരുന്നുണ്ടല്ലോ, കവറിനകത്ത് ഇട്ട് കൊടുക്കാമല്ലോ. ഏതായാലും പ്രിയപ്പെട്ടവർ, ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. ഈ സുവിശേഷത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം യേശുവിൻ്റെ ഉത്ഥാനമാണ്. യേശു വെള്ളി, ശനി, ഞായർ കണക്കാക്കുകയാണെങ്കിൽ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് ശരിയാണ്. എന്നാൽ യേശു 36 മണിക്കൂറിനുള്ളിൽ ഉയർത്തെഴുന്നേറ്റു എന്ന് സമയം കണക്കാക്കിയാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യേശുവിൻ്റെ വിചാരണ സമയത്ത് യഹൂദര് യേശുവിനെക്കുറിച്ച് പറഞ്ഞ ഒരു ആരോപണം, മനുഷ്യനിർമ്മിതമല്ലാത്ത ഒരു ദേവാലയം ഞാൻ നിർമ്മിക്കും, മനുഷ്യനിർമ്മിതമായ ഈ ജെറുസലേം ദേവാലയങ്ങൾ നശിപ്പിക്കുക, എന്നാൽ മനുഷ്യനിർമ്മിതമല്ലാത്ത ഒരു ദേവാലയം ഞാൻ നിർമ്മിക്കുമെന്നാണ്. അത് യേശുവിൻ്റെ ഉത്ഥാനത്തെക്കുറിച്ചുള്ള സൂചനയുണ്ട്. അതുപോലെ തന്നെ മനുഷ്യനിർമ്മിതമല്ലാത്ത ദേവാലയം എന്ന് പറഞ്ഞാൽ സഭാസൗധമാണ്. യേശു മൂലക്കല്ലും നമ്മളെല്ലാവരും ആ സഭാസൗധത്തിലെ മറ്റ് ശിലകളുമാണ്. അപ്പോൾ ആ സഭയാകുന്ന 300 കോടിയുള്ള ആ സഭാസൗധത്തിലെ സജീവ ശിലകളാണ് നമ്മൾ ഓരോരുത്തരും. അങ്ങനെ ഒരുമയോടുകൂടി നമുക്ക് ആ സഭാസൗധത്തിലെ അംഗങ്ങളാകാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും. ആമേൻ.